അടുത്ത 2017 ബെലേനോ സീറ്റയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്, പ്രോപ്പർ കമ്പനി സർവീസാണ്. സീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെ, ആൽഫയുടെ തൊട്ട് താഴെയാണ്. അടുത്ത് നമുക്ക് ബ്രിസ 2021 ZXi പ്ലസ് ആണ്. സിംഗിൾ ഓണർ 42,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 2021 ZXi പ്ലസ് ബ്രിസ. അടുത്തൊരു ഡീസൽ വണ്ടിയാണ് കേട്ടോ. ഇപ്പം നമുക്ക് സ്വിഫ്റ്റ് ഡീസലൊക്കെ കിട്ടാൻ വളരെ യാദൃശ്യമായിട്ട് വരുന്ന വണ്ടിയാണ്. 2017 ZDi ആണ്. 2016 വാഗണാർ VXi ആണ്. സെക്കൻഡ് ഓണറാണ്. കിലോമീറ്റർ വരുന്നത് 58,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. എന്നാൽ 2011 A-Star VXi ആണ്. രണ്ടാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്റർ വന്നിട്ട് 65,000 കിലോമീറ്റർ ഓടിയ മോഡലാണ്. 2020 ഇഗ്നിസ് ഓട്ടോമാറ്റിക് ആണ്. 2021 രജിസ്ട്രേഷനാണ്. സെക്കൻഡ് ഓണർ 42,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നേ കൊല്ലം തട്ടാമല എന്ന് പറയുന്ന സ്ഥലത്ത് പോപ്പുലർ യൂസ്ഡ് കാസിനകത്താണ് വന്നിരിക്കുന്നത്. ഇഷ്ടംപോലെ വണ്ടികൾ ഓണം പ്രമാണിച്ച് പല റേറ്റിൽ പല റേഞ്ചിലുള്ള ഇഷ്ടംപോലെ വണ്ടികൾ വന്ന് കിടപ്പുണ്ട്. ഒരു 60,000 രൂപയുടെ സെൻ എസ്റ്റിലോ തൊട്ട് തുടങ്ങി പിന്നെങ്കിൽ ലക്ഷങ്ങളിലോട്ട് വരുന്ന രീതിയിൽ ഏറ്റവും പുതിയ ബലേനയും സ്വിഫ്റ്റും ബ്രീസയും എല്ലാം ഉണ്ട്. എല്ലാ ടൈപ്പ് വണ്ടികളുണ്ട്. അപ്പം തോനെ മാരുതിയുടെ വണ്ടികളാണ്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ ടൈപ്പ് വണ്ടികൾ നോക്കുന്നവർക്കും കാണാൻ പറ്റിയ നല്ലൊരു വീഡിയോ ആയിരിക്കും. ഓണം പ്രമാണിച്ച് ഒരു ചെറിയ വണ്ടി അല്ലെങ്കിൽ ഒരു മീഡിയം വണ്ടിയൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോപ്പുലർ ഫിനാൻസ് വരാം. അപ്പോൾ നമുക്ക് നമ്മളെ വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. എത്രമാത്രം മനോഹരമാണ്, അല്ലെങ്കിൽ ഗ്യാരണ്ടിയും ക്വാളിറ്റിയൊക്കെ ഉള്ള വണ്ടികളാണോ എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട് വരാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാമെന്നുള്ളതെന്ന് പറഞ്ഞാൽ എത്ര നല്ല ക്വാളിറ്റി വണ്ടിയാണ്, എത്ര നല്ല സർവീസുള്ള സ്ഥാപനങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞാലും നിങ്ങൾ നല്ലൊരു മെക്കാനിക്കലിനെ കൂടിയൊക്കെ കൊണ്ടുവന്ന് നല്ലപോലെ ചെക്ക് ചെയ്ത് വേണം വണ്ടികൾ എടുത്തുകൊണ്ട് പോകാൻ. അപ്പോൾ എത്ര അപാകതകളില്ല എന്ന് പറഞ്ഞാലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണാം. യൂസ്ഡ് വണ്ടികളാണ്. അപ്പം പുറമേ ഉള്ള ഭംഗികളെയും നമുക്കെടുത്ത് കാണിച്ചു തരാൻ പറ്റും. ഉള്ളിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ നല്ല നല്ല മെക്കാനിക്കൽസിനെയും കൂടി കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് നല്ല വണ്ടികൾ എടുത്തുകൊണ്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല വണ്ടികൾ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഓണാശംസകൾ നേരത്തെ തന്നുകൊണ്ട് നമ്മൾ വീഡിയോ തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് വണ്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സ്ഥിരം പറഞ്ഞു തരുന്നത് നമ്മളെ കൂടെ ഉള്ള സുനോജ് ബ്രോ വന്നിട്ടുണ്ട്. ബ്രോ സുഖമാണോ? പിന്നെ സുഖം, തീർച്ചയായിട്ടും. ഓണക്കച്ചവടം പ്രമാണിച്ച് ഇഷ്ടംപോലെ വണ്ടി നമ്മളൊരു കസ്റ്റമർ ആവശ്യപ്പെടുന്നതും ഇഷ്ടപ്പെടുന്നതുമായ തിരഞ്ഞെടുക്കാൻ പറ്റിയ ഇഷ്ടംപോലെ വണ്ടികൾ നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഡിസ്പ്ലേ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. ആ ഡിസ്പ്ലേ ഒന്ന് കാണിച്ചു കൊടുക്കുക. നമുക്ക് കിടക്കുന്ന വണ്ടിയുടെ ഡീറ്റെയിൽസ് അത് കാണിക്കാം. നമുക്ക് ഡിസ്പ്ലേക്ക് ചെറുതും വലുതുമായിട്ട് എല്ലാം, അതായത് നമുക്ക് ചെറിയ ബഡ്ജറ്റ് നോക്കുന്ന കസ്റ്റമർക്ക് പറ്റിയ ചെറിയ വണ്ടികളുണ്ട്. അത്യാവശ്യം വലിയ വണ്ടി നോക്കുന്ന ബഡ്ജറ്റ്, അതായത് നമുക്ക് ഏകദേശം ഒരു 60 രൂപ സ്റ്റാർട്ട് ചെയ്ത് നമുക്കൊരു 12 ലക്ഷം രൂപ വരെ ബഡ്ജറ്റുള്ള വണ്ടികൾ നമുക്ക് കിടപ്പുണ്ട്. അതൊരു 80% നമുക്ക് മാരുതിയുടെ വണ്ടികളാണ് കിടക്കുന്നത്. മാരുതി മാത്രമല്ല, ഹുണ്ടായുടെ വണ്ടികൾ കിടപ്പുണ്ട്, ഡാറ്റ്സന്റെ വണ്ടികൾ കിടപ്പുണ്ട്. എല്ലാ വണ്ടികളും നമുക്ക് കിടപ്പുണ്ട്. ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവലുണ്ട്. അപ്പോഴേ നമ്മളെ വണ്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഇദ്ദേഹം നേരത്തെ എന്നോട് പറഞ്ഞാണ് ഓണം പ്രമാണിച്ച് ഒരു വണ്ടി ഫ്രീ ആയിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കളയാന്ന്. ഞാനത് ചോദിക്കട്ടാന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞത് അത് വേണ്ട, അത് പുള്ളിയെ കൊണ്ട് താങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് മാത്രം നമ്മളത് വിട്ടേട്ടാ, പിന്നെ ഒന്ന് അറിയിക്കാന്ന് വിചാരിച്ച് പറഞ്ഞതേ ഉള്ളൂ. അതെ, ഈ എസ്റ്റിലോ എന്ന് പറഞ്ഞ വണ്ടി ഏതാ വർഷം? നമുക്ക് 2007 എസ്റ്റിലോ ആണ്. അതാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ കിടക്കുന്നതിൽ ഏറ്റവും റേറ്റ് കുറഞ്ഞ വണ്ടി. റേറ്റ് കുറഞ്ഞ വണ്ടി. ഓക്കെ, വണ്ടി കാണാം. നമ്മൾ ഇപ്പോൾ നിലവിൽ ഇന്ന് നമുക്ക് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റ് കിടക്കുന്ന വണ്ടിയാണ്. വണ്ടിയുടെ മോഡൽ വന്നിട്ട് എസ്റ്റിലോ ആണ്. 2007 മോഡലാണ്. 2007 മോഡൽ എസ്റ്റിലോ LXi ആണ്. LXi എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ ആണ്. ഇത് രണ്ടാമത്തെ ഓണർഷിപ്പാണ്. കിലോമീറ്റർ 93,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. വണ്ടി അത്യാവശ്യം പണിയുള്ള വണ്ടിയാണോ? വണ്ടി എന്ന് പറഞ്ഞാൽ 2007 അറിയാലോ. ഇത്രയും ആ വർഷത്തിൻ്റെ പഴക്കത്തിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അല്ലാതെ വണ്ടി വേറെ എഞ്ചിനോ ഗിയർ ബോക്സോ അങ്ങനെയൊന്നും കുഴപ്പമില്ല. ടയറെല്ലാം അത്യാവശ്യം നമുക്ക് എന്തായാലും ഒരു 10,000 കിലോമീറ്റർ ഉള്ള ടയറുണ്ട്. പിന്നെ ചെറിയ ബോഡിയിലൊക്കെ ചെറിയ പെയിന്റ് മാർക്കും കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് വരും. അത് 2007 വണ്ടിയുണ്ട്. ഫസ്റ്റ് ടെസ്റ്റ് കഴിഞ്ഞാണ്. ഇല്ല, ഇത് നമ്മൾ അധികം ഇതിനകത്ത് നമ്മൾ വർക്കും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ആ ഒരു റേറ്റേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. ഇതൊക്കെ റീപെയിന്റ് ചെയ്ത് കൊടുക്കുന്നില്ലേ? അത് നമ്മൾ ജസ്റ്റ് നമ്മളൊരു ക്ലീനിങ് പോളിഷിങ് ചെയ്യുമ്പോൾ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് തന്നെ വരും. തീർച്ചയായിട്ടും ഇത് നമ്മൾ വേറെ കൂടുതൽ വിലയൊന്നും ചോദിക്കുന്നില്ല. നമ്മൾ 60 രൂപയെ ചോദിക്കുന്നുള്ളൂ. 60 റേഞ്ചിലുള്ള 2007 എസ്റ്റിലോ. ഇത് മെയിനായിട്ട് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് AC പവർ സ്റ്റിയറിംഗ് ഒക്കെ ഈ ഒരു ബഡ്ജറ്റിൽ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു കാര്യമാണ്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള വണ്ടിയാണ്. നമ്മൾ ഓൾട്ടോ അപേക്ഷിച്ച് അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളും എല്ലാം ഉള്ള വണ്ടിയാണ്. 2007 എസ്റ്റിലോ LXi. എത്ര ചോദിക്കുന്നത്? 60 രൂപ ചോദിക്കുന്നുള്ളൂ. എൻ്റെ പേപ്പറൊക്കെ എത്ര ഉണ്ട്? 2007 അല്ലേ? 2007 ആകുമ്പോൾ നമുക്ക് 27 വരെ പേപ്പർ കിടപ്പുണ്ട്. 27 ഉണ്ട്. അപ്പോൾ നമുക്ക് 24 3 വർഷം കൂടെ നമുക്ക് പേപ്പറുണ്ട്. ഇത് 2019 ഓൾട്ടോ 800 LXi ആണ്. ഇതിൻ്റെ സിംഗിൾ ഓണറാണ്. ഇതിൻ്റെ കിലോമീറ്റർ വന്നിട്ട് 11,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ കേട്ടോ.
10000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇതിൻ്റെ വേറൊരിതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് നമുക്ക് ഏകദേശം 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സെറ്റ് ഉണ്ട്, ബാക്കിൽ ക്യാമറ, അതുപോലെ തന്നെ സീറ്റ് കവർ, ഫുൾ മാറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കസ്റ്റമറായിട്ടാണ് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പിന്നെ 2019 BS6 വണ്ടിയായിട്ട് നമുക്ക് ഇതിനകത്ത് സിംഗിൾ എയർ ബാഗും അതുപോലെ തന്നെ ബാക്കിൽ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എല്ലാം ഓൾറെഡി വണ്ടിക്കകത്ത് വരുന്നുണ്ട്. ഇത് മെയിൻ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കിലോമീറ്റർ ആണ്. 10000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഏത് വർഷമായിരുന്നു? 2019 ലാസ്റ്റ് വണ്ടിയാണ്. സിംഗിൾ ഓണർ, 10000 കിലോമീറ്റർ. ഇത് നോർമലി നമ്മൾ മാരുതിന് 6 മാസം വാറണ്ടിയും 3 ഫ്രീ സർവീസും വരുന്നതാണ്. ഒന്നുമില്ല, പ്രോപ്പർ കമ്പനി സർവീസ്, ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഈ ആവശ്യപ്പെടുന്ന കസ്റ്റമർക്ക് ഇത് പ്രോപ്പർ ഹിസ്റ്ററി ഉണ്ട്, നമുക്കത് തീർച്ചയായിട്ടും കൊടുക്കാം. 4 വർഷം പഴക്കമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, അത് എടുത്ത് പറഞ്ഞത് അതുകൊണ്ടാണ്. 10000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടിയാണ്. വണ്ടിക്ക് അങ്ങനെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല, പ്രോപ്പർ കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഇത് നമുക്ക് വേറെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഫിനാൻസ് ഒക്കെ നോക്കുന്ന കസ്റ്റമർക്ക് ആദ്യം ഏകദേശം ഒരു 40 രൂപ 50 രൂപ റേഞ്ചിലുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി സുഖമായിട്ട് ഇറങ്ങാൻ പറ്റും. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ ഇട്ടേക്കുന്ന പ്രൈസ് 330 ആണ്. 330. എത്ര രൂപ ഇറക്കാം? നമുക്ക് മാക്സിമം ഒരു 50 രൂപയ്ക്കകത്ത്, ഒരു 40 രൂപ റേഞ്ചിലൊക്കെ കസ്റ്റമർക്ക് നല്ല ബാങ്ക് ട്രാൻസാക്ഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് 40 രൂപ റേഞ്ചിൽ ഇറക്കി കൊടുക്കാം. മാസം അടവും വളരെ കുറഞ്ഞ അടവായിരിക്കും വരുന്നത്. അത് നമ്മൾ ഹുണ്ടായുടെ ഇയോൺ ആണ്, 2018 മോഡലാണ്, ഫസ്റ്റ് ഓണർഷിപ്പാണ്. കിലോമീറ്റർ വന്നിട്ട് 47000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഇതിനകത്ത് മെയിനായിട്ട് ഫീച്ചേഴ്സായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വരുന്നത് AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോയാണ് മെയിനായിട്ട് വണ്ടിക്കകത്ത് ഫീച്ചേഴ്സായിട്ട് വരുന്നത്. പിന്നെ അഡീഷണൽ ആയിട്ട് ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള സ്റ്റീരിയം സെൻട്രൽ ലോക്കും കസ്റ്റമർ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അകത്ത് നോക്കുകയാണെങ്കിൽ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, ഫുൾ മാറ്റ്, അതുപോലെ തന്നെ റെയിൻ ഗാർഡ്, അങ്ങനെ അത്യാവശ്യം ഒരു വണ്ടിക്ക് ബേസിക് ആയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഓൾറെഡി വണ്ടിക്കകത്ത് തന്നെ ഉണ്ട്. പിന്നെ ഫ്രണ്ട് 2 ടയർ ഓൾറെഡി മാറിയിട്ടുണ്ട്, ബാക്കിലത്തെ ഫസ്റ്റ് ടയറാണ് കിടക്കുന്നത്. പിന്നെ ഇത് ഹുണ്ടായുടെ വണ്ടിയാണെങ്കിലും നമുക്ക് ഓൾറെഡി പോപ്പുലറിൻ്റെ ഓട്ടോകോൺ വാറണ്ടി നമ്മൾ കൊടുക്കുന്ന വണ്ടിയാണ്. എഞ്ചിൻ, ഗിയർ ബോക്സിനെല്ലാം വാറണ്ടി കൊടുക്കുന്നതാണ്. എത്ര വർഷം? ഇത് 1 ഇയർ വാറണ്ടി വരുന്നതാണ്. 1 ഇയർ വാറണ്ടി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഓൾറെഡി പോളിഷിങ്, ക്ലീനിങ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. നേരത്തെ പറഞ്ഞ കണക്ക് ഫിനാൻസ് നോക്കുന്ന ഒരു കസ്റ്റമർക്ക് മാക്സിമം ഒരു 50 രൂപ കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് 50 രൂപ റേഞ്ചിൽ നമുക്ക് ഈ വണ്ടി ഫിനാൻസ് ഇട്ട് കൊടുക്കാവുന്ന വണ്ടിയാണ്. നല്ല ടയേഴ്സ് ഒക്കെ അല്ലേ? ഫ്രണ്ട് 2 ടയർ ഓൾറെഡി മാറിയിട്ടുണ്ട്, ബാക്കിലത്തെ ഫസ്റ്റ് ടയർ തന്നെ. അത് നമുക്ക് ഒരു മാക്സിമം ഒരു 10,000 കിലോമീറ്റർ ഓൾറെഡി മാറേണ്ടതാണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻസ് ആണ് ഏറ്റവും പറഞ്ഞാൽ ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറങ്ങാവുന്ന ഹുണ്ടായുടെ വണ്ടിയാണ്. 2010 ഇത് നമ്മൾ 265 വരുന്നത്. എത്ര ഇറക്കാം? നമുക്കൊരു 50 രൂപ റേഞ്ച് മതി, ആ റേഞ്ചിൽ നമുക്ക് വണ്ടി ഇറങ്ങി കൊടുക്കാം. എത്ര വർഷം വരെ ഫിനാൻസ് ആണ്? ഇത് നമുക്ക് 5 വർഷം വരെ ചെയ്യാൻ പറ്റും. പിന്നെ അപ്പോൾ ഡൗൺ പേയ്മെന്റ് കുറവാണ്, അതുപോലെ മാസം അടവും കുറഞ്ഞു തന്നെ ആയിരിക്കും. 2018 മോഡലാണ്, മോഡലും ഉണ്ട്. ആ ബാക്കിലത്തെ ടയർ മാറി, അത് ഫസ്റ്റ് ടയറാണ്. അത് നമുക്ക് വണ്ടി കണ്ട് ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ ഒരു വിലയുടെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ ഡിസ്കൗണ്ടോ അല്ലെങ്കിൽ ആ ടയറിനകത്താണെങ്കിൽ ടയർ അതെന്താണെന്ന് വെച്ചാൽ കസ്റ്റമർക്ക് നമുക്ക് ഫേവർ ആവുന്ന രീതി ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇയോൺ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഒരു ഡാറ്റ്സൻ്റെ വണ്ടിയിലോട്ടോ, ഡാറ്റ്സൺ റെഡിയുകയാണ്. ഇതും ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടിയാണ്. അതുപോലെ തന്നെ എൻ്റെ കിലോമീറ്റർ വന്നിട്ട് 30,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമുക്കൊരു വണ്ടിക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, അതുപോലെ തന്നെ കസ്റ്റമറായിട്ട് തന്നെ ബാക്കിൽ ക്യാമറ, ചെറിയൊരു സ്ക്രീന്, സീറ്റ് കവർ, ഫുൾ മാറ്റ്, അങ്ങനെ ഉണ്ട്. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിലും ഏകദേശം 50% മേലെ ടയർ കണ്ടീഷനുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മൾ പോപ്പുലറിൻ്റെ വാറണ്ടി കവറേജ് ഉള്ള വണ്ടിയാണ്. എഞ്ചിൻ, ഗിയർ ബോക്സ് വാറണ്ടി കവറേജ് വരുന്നതാണ്. ഇൻറ്റീരിയർ എല്ലാം വളരെ നീറ്റായിട്ടാണ് കിടക്കുന്നത്. വണ്ടിക്ക് ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് വണ്ടി വിലയുടെ 80-85% വരെ നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആണ്. നേരത്തെ പറഞ്ഞാൽ ഇതെല്ലാം ചെറിയ ഡൗൺ പേയ്മെൻറ്റ്, നമുക്ക് ഓണത്തിന് ഒരു ചെറിയ വണ്ടി നോക്കുന്ന കസ്റ്റമർക്ക് കുറച്ച് ഡൗൺ പേയ്മെൻറ്റ് ഉള്ള ഒരു കസ്റ്റമർക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. റെഡ് കളറാണ് വണ്ടി. നമുക്ക് ബോഡി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം പെയിൻറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി നീറ്റായിട്ട് ഉപയോഗിച്ച വണ്ടിയാണ്. റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല, കമ്പനി സർവീസ് തന്നെയാണ്. ഇവിടെ കിടക്കുന്ന എല്ലാ വണ്ടിക്കും സർവീസ് ഉള്ള വണ്ടി, ഹിസ്റ്ററി ഉള്ള വണ്ടികളാണ് നമ്മൾ എടുക്കുന്നത്. ടയറും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. തീർച്ചയായും. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ 250 ഇട്ടേക്കുന്നത്. 2019 മോഡലാണ്, സിംഗിൾ ഓണർ, 30,000 കിലോമീറ്റർ ഓടി കമ്പനി സർവീസ് വണ്ടിയാണ്. ഓക്കെ, അടുത്ത നമുക്കൊരു ഓൾട്ടോ 8 ഉണ്ട്. ഒരു ചെറിയൊരു ബഡ്ജറ്റ്, 2016 മോഡലാണ്. ഓണർഷിപ്പ് 2ാമത്തെ ഓണറാണ്. LXi ആണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ ഉള്ള വണ്ടിയാണ്. പിന്നെ വണ്ടിക്കകത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, ഫുൾ മാറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റീരിയോ ഉണ്ട്, സെൻട്രൽ ലോക്ക് ഉണ്ട്. അത്യാവശ്യം ഒരു എല്ലാ വണ്ടിയിലെയും കണക്ക് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ട ഫീച്ചേഴ്സ് എല്ലാം വണ്ടിക്കകത്തുണ്ട്. കമ്പനി സർവീസാണ്, ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. നമുക്ക് നോർമലി 6 മാസം വാറണ്ടി കവറേജ് ഉണ്ട്. എഞ്ചിൻ, ഗിയർ ബോക്സ് വാറണ്ടി വരുന്ന വണ്ടിയാണ്. കളർ വന്ന് റെഡാണ്. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ടയർ കണ്ടീഷൻ എല്ലാം എടുക്കുന്ന ഒരു കസ്റ്റമർക്ക് പെട്ടെന്ന് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ബാക്കിൽ സ്പോയിലറുണ്ട്. നമ്മൾ ഫിനാൻസിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഏകദേശം നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഒരു 40 രൂപ 50 രൂപ റേഞ്ചിൽ നമുക്ക് ഇറക്കാൻ പറ്റുന്ന ചെറിയൊരു ബഡ്ജറ്റ് വണ്ടിയാണ്. ഓൾട്ടോ 800 LXi 2016 മോഡൽ കേട്ടോ. റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല. റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല, പ്രത്യേകിച്ച് പെയിൻറ്റ് മാർക്കും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് അറിയാം. ജസ്റ്റ് വണ്ടി നല്ല രീതിയിൽ യൂസ് ചെയ്തൊരു വണ്ടിയാണ്. എത്ര ചോദ്യം? ഇത് നമ്മൾ 250 ചോദിക്കുന്നത്. 2016 ഓൾട്ടോ 800 LXi സെക്കൻഡ് ഓണർ വണ്ടിയാണ് കേട്ടോ.
വേറെ പ്രത്യേകിച്ച് അപാകതകളോ അപ്പോൾ അതൊന്നുമില്ല. നമുക്കൊരു ബേസിക് ആയിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് മിറർ ആണെങ്കിൽ LX-ിലൊക്കെ നമുക്ക് നോർമൽ മിററാണ് വരുന്നത്. ഇത് നമുക്ക് അഡീഷണൽ സെൻ ടൈപ്പ് മിറർ കസ്റ്റമറായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വണ്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഓൾറെഡി ഫിറ്റ്മെൻ്റ് ആയിട്ട് അഡീഷണൽ ഉണ്ട്. അത് നമുക്ക് ഇതുവരെ നമ്മൾ മാനുവൽ അല്ലേ പറഞ്ഞു, നമുക്ക് ഇനി 1-2 ഓട്ടോമാറ്റിക് വണ്ടിയിലോട്ട് പോകാം. ഇത് 2021 എസ്പ്രസോ VXA+ ഓട്ടോമാറ്റിക് ആണ്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. 17,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ കേട്ടോ. 17 VXA+ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിൻ്റെ എസ്പ്രസോയുടെ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ്. നമുക്ക് ആൻഡ്രോയിഡ് സെറ്റ്, അതുപോലെ തന്നെ 2 എയർ ബാഗ്, ABS, സ്റ്റിയറിങ്ങിനകത്ത് ഓഡിയോ കൺട്രോൾ വരുന്നുണ്ട്, ഫുൾ മാറ്റ്, സീറ്റ് കവർ, അങ്ങനെയുള്ള ഫിറ്റ്മെൻറ്റ് എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ 495 ഇട്ടേക്കുന്നത്. 2021 എസ്പ്രസോ ഓട്ടോമാറ്റിക് 17,000 കിലോമീറ്റർ. കമ്പനി ടയറാണ്, ഫസ്റ്റ് ടയർ തന്നെ കിടക്കുന്നത്. എത്ര ഓടിയേ? 17,000. ഇത് നമുക്ക് നോർമലി 1 ഇയർ വാറണ്ടി വരുന്ന വണ്ടിയാണ്. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. നേരത്തെ എല്ലാ വണ്ടിയിലും പറഞ്ഞ കണക്കാണ് നമുക്ക് ഈ വണ്ടി വിലയുടെ 85% വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. ആദ്യം നമുക്കൊരു 70-75 റേഞ്ചിലൊക്കെ നമുക്ക് ഓൾറെഡി വണ്ടി ഇറക്കാം. ഇത് 2019 എസ്പ്രസോ മാനുവൽ വണ്ടിയാണ്. സിംഗിൾ ഓണർ, 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. VXA എന്ന് പറയും, സെക്കൻഡ് വേരിയൻറ്റ് വണ്ടിയാണ്. പിന്നെ നമുക്ക് അത്യാവശ്യം ഇൻറ്റീരിയലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് കിടക്കുവാണ്. അതുപോലെ തന്നെ നല്ല ബ്ലാക്ക് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, ഫുൾ മാറ്റ് ഉണ്ട്. പിന്നെ നോർമലി ഇത് നമുക്ക് മാരുതിയുടെ വാറണ്ടിയും ഫ്രീ സർവീസും വരുന്ന വണ്ടിയാണ്. നമ്മളിത് ആക്സിഡൻറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ വണ്ടിക്ക് ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല, പ്രോപ്പർ കമ്പനി സർവീസുള്ള വണ്ടിയാണ്. നമുക്ക് ഫിനാൻസിൻ്റെ ഡീറ്റെയിൽസ് തിരക്കുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ 80-85% വരെ നമുക്ക് ലോണും കാര്യങ്ങളെല്ലാം കിട്ടും. വണ്ടിക്ക് വേറെ പറയുന്ന കണക്ക് തട്ടലോ മുട്ടലോ പെയിൻറ്റിങ് പോർഷനോ അങ്ങനെ ഒന്നും ചെയ്യാനായിട്ടില്ല കേട്ടോ. എത്ര ചോദ്യം? ഇത് നമ്മൾ 410 ചോദിക്കുന്നത്. 2019 എസ്പ്രസോ ആണ്. ഈ വണ്ടിക്കൊക്കെ ഇറങ്ങിയപ്പോൾ എന്ത് കാണും വില? ഇത് 6 രൂപ അടുപ്പിച്ച് വരും ഇറങ്ങിയപ്പം. 410 പറയുന്ന തുക പിന്നെ കുറയൂ. എസ്പ്രസോ നമുക്ക് 2019 സ്റ്റാർട്ട് ചെയ്തത്. ഇതിൻ്റെ പ്രധാനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് സ്മൂത്തായിട്ട്, അതായത് നമുക്ക് കയറാനായാലും ഇറങ്ങാനായാലും അത്യാവശ്യം സ്പേസ് ഉള്ളൊരു വണ്ടിയാണ്. അതല്ല ഞാൻ ചോദിച്ചത്, ഈ പറഞ്ഞ വിലയിൽ കുറയുമോ? തീർച്ചയായിട്ടും നമ്മൾ ഏത് വണ്ടിയാണെങ്കിലും വിലക്കകത്ത് വരും. നമ്മൾ ആ ഒരു വിലയല്ല, മാന്യമായിട്ടുള്ള ഡിസ്കൗണ്ടും കാര്യങ്ങളും ചെയ്തു കൊടുക്കാം. അടുത്ത നമുക്ക് വീണ്ടും ഒരു എസ്പ്രസോ ഓട്ടോമാറ്റിക് തന്നെയാണ്. 2019 മോഡലാണ്, സിംഗിൾ ഓണർ. ഇത് എസ്പ്രസോ തന്നെ ഏറ്റവും ടോപ്പ് മോഡലാണ്, VXA+ ആണ്. ഇതിൻ്റെ ഏറ്റവും പോസിറ്റീവ് കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കിലോമീറ്റർ തന്നെയാണ്. ഇതുവരെ 15,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 15,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അത് പ്രോപ്പർ സർവീസാണ്. ഇപ്പോൾ 2024 വരെ പ്രോപ്പർ സർവീസ് വന്നിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയലൊക്കെ നോക്കിയാൽ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ സീറ്റ് കവർ, ഫുൾ മാറ്റ്, അതുപോലെ തന്നെ റെയിൻ ഗാർഡ്, വണ്ടിക്കകത്ത് വേണ്ട എല്ലാ ഫീച്ചേഴ്സും. ഇത് VXA+ ആകുമ്പോഴത്തേക്ക് മെയിനായിട്ട് 2 എയർ ബാഗ്, അതുപോലെ തന്നെ ബാക്കിൽ സെൻസറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം മെയിനായിട്ട് ഇത് ഫുള്ള് വരുന്നുണ്ട് കേട്ടോ. ABS വരുന്നുണ്ട്, പിന്നെ ആൻഡ്രോയിഡ് സെറ്റ് വരുന്നുണ്ട്. നമുക്കൊരു ചെറിയൊരു വണ്ടിക്കകത്ത് എല്ലാ ഫീച്ചേഴ്സും കൂടി ഒരു മോഡലാണ്. 2019 എസ്പ്രസോ VXA+, 15,000 കിലോമീറ്ററുടെ കമ്പനി ടയറുകളാണ് 5 ഉള്ളത്. ഒന്നും മാറ്റമില്ല. ഫിനാൻസ് നോക്കുവാണെങ്കിൽ നേരത്തെ എല്ലാം പറയുന്ന കണക്ക് നമ്മൾ കഴിഞ്ഞ വണ്ടിക്ക് പറഞ്ഞ കണക്ക് തന്നെ 75-80 രൂപ റേഞ്ചിൽ നമുക്ക് 5 വർഷം ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. നോർമലി 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് ഉള്ളതാണ്. വൈറ്റ് കളറാണ്. ഇനി നമുക്കൊരു നിസാൻ്റെ മൈക്ര എന്ന് പറഞ്ഞ മോഡലിലോട്ട് പോകാം. 2016 ഇയർ വരുന്ന വണ്ടിയാണ്. ഫസ്റ്റ് ഓണർ പെട്രോളാണ് കേട്ടോ. ഫസ്റ്റ് ഓണർ പെട്രോൾ വണ്ടിയാണ്. കിലോമീറ്റർ 32,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. XV എന്ന് പറഞ്ഞ മോഡലാണ്. മെയിനായിട്ട് AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, അതുപോലെ സിംഗിൾ എയർ ബാഗ്, പിന്നെ അതുപോലെ തന്നെ സ്റ്റീരിയോ കസ്റ്റമർ അഡീഷണൽ ചെയ്തതാണ് കേട്ടോ. ഡബിളിൻ്റെ സെറ്റ് ഉണ്ട്, ബാക്കിൽ ക്യാമറയുണ്ട്. പിന്നെ സീറ്റോടൊക്കെ നല്ല കുഷൻ ടൈപ്പ് സീറ്റാണ് കസ്റ്റമർ ഓൾറെഡി ചെയ്തിട്ടേക്കുന്നത്. അതെ, 4 ഡോർ പവർ XV എന്ന് പറയും. അതുപോലെ തന്നെ പിന്നെ ബാക്കിൽ ക്യാമറ എല്ലാം ഓൾറെഡി ഉണ്ട് കേട്ടോ. ഇത് മിഡിൽ വേരിയന്റ് ആണോ? പാഴ്സൽ, അതെ മിഡിൽ വേരിയന്റ് ആണ്. പാഴ്സൽ ട്രേ ഉണ്ട്. പിന്നെ നമ്മൾ സേഫ്റ്റി നോക്കുവാണെങ്കിൽ എയർ ബാഗ് വരുന്നുണ്ട്. എത്രണ്ണം? സിംഗിൾ എയർ ബാഗാണ് വരുന്നത്. അതെ. പിന്നെ ടയറൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം നല്ല ടയറുകളാണ് കിടക്കുന്നത്. 4 ടയറും കേട്ടോ. 4 ടയറും C8 ടയർ തന്നെ കിടക്കുന്നത്. പിന്നെ പെയിൻറ്റിംഗ് വർക്കോ കാര്യങ്ങളൊന്നുമില്ല, ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് 6 മാസം വാറണ്ടി വരുന്ന വണ്ടിയാണ് പോപ്പുലറിൻ്റെ. 6 മാസം. 6 മാസം. ഫിനാൻസ് അവൈലബിൾ ആണ്. നിസാൻ മൈക്ര 2016 ലോ കിലോമീറ്റർ വണ്ടി. ചോദ്യം എത്ര? ഇത് ചോദ്യം 335. ഈ പെയിന്റിംഗ് വല്ലതും വന്നിട്ടുണ്ടോ? ബമ്പറിലൊക്കെ നേരത്തെ ചെറിയ സ്ക്രാച്ച് കൊണ്ട് ചെയ്തിട്ടുണ്ട്. ബോഡിക്കകത്ത് വർക്കൊന്നും വന്നില്ല. അത് സ്വാഭാവികമാണല്ലോ, 16 മോഡലാണല്ലോ. ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ എന്തായാലും വരുമല്ലോ. ഇത് 2021 ഓൾട്ടോ 800 LXI ആണ്. സിംഗിൾ ഓണർ. കിലോമീറ്റർ വന്നിട്ട് 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. LXI വേരിയൻ്റ് ആണ്. LXI എന്ന് പറയുമ്പോൾ AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. സിംഗിൾ എയർ ബാഗ്, ബാക്ക് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്. കമ്പനി സർവീസ് വണ്ടിയാണ്. നമുക്ക് നോർമലി 1 ഇയർ വാറണ്ടിയും കാര്യങ്ങളും 3 ഫ്രീ സർവീസും വരുന്ന വണ്ടിയാണ്. നമുക്ക് ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അകത്ത് നോക്കുവാണെങ്കിൽ ഒരു സീറ്റ് ഒരു കസ്റ്റമർ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. USB ഒരു സെറ്റ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ടയറാണ്. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ 365
2021 സിംഗിൾ ഓണർ 20,000 കിലോമീറ്റർ ഓടിയ ഓൾട്ടോ 800 LXI വണ്ടിയാണ്. വൈറ്റ് കളറാണ്. 365 നമുക്ക് മാക്സിമം ഒരു 50-60 റേഞ്ചിൽ നമുക്ക് ലോൺ ചെയ്ത് വണ്ടി ഇറക്കി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഓണം പ്രമാണിച്ച് എന്തെങ്കിലുമൊക്കെ വിലയൊക്കെ നല്ല തീർച്ചയായിട്ടും നമ്മൾ വരുന്ന കസ്റ്റമർക്കെല്ലാം മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. ഏത് വണ്ടിയാണെങ്കിലും നമ്മളിപ്പോൾ ഈ പറയുന്ന വിലക്കകത്തല്ല നമ്മൾ വണ്ടി കൊടുക്കുന്നത്. അവർ വന്ന് വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷമല്ലേ നമ്മൾ ബാക്കി കാര്യങ്ങളിലോട്ട് പോകുന്നത്. എല്ലാ വണ്ടിയും കസ്റ്റമർക്ക് സന്തോഷമുള്ള രീതിയിലുള്ള ഡീലിങ്സ് നമ്മൾ ചെയ്ത് കൊടുക്കും. അടുത്ത 2017 ബെലേനോ സീറ്റയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. പ്രോപ്പർ കമ്പനി സർവീസാണ്. സീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെ, ആൽഫയുടെ തൊട്ട് താഴെയാണ്. മെയിനായിട്ട് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ മിറർ, പിന്നെ അതുകൊണ്ട് തന്നെ കീലെസ് എൻട്രി വരുന്നുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. പിന്നെ നല്ല രീതിയിലുള്ള സീറ്റ് കവർ, കസ്റ്റമർ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ വെൽ മെയിൻറ്റൈൻ സീറ്റ് കവറും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഫുൾ മാറ്റ് ഉണ്ട്. നമുക്ക് നോർമലി ഈ വണ്ടി വാറണ്ടി എലിജിബിൾ ആണ്. 6 മാസം വാറണ്ടി വരുന്ന വണ്ടിയാണ്. 2017 ബെലേനോ സീറ്റ വണ്ടിയാണ്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ് കേട്ടോ. ഇത് ചോദ്യം വരുന്നത് 540 540 2017 ബെലേനോ സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ എത്ര ഓടി? കിലോമീറ്റർ 78. പ്രോപ്പർ സർവീസ് വണ്ടിയാണ്. കമ്പനി സർവീസ് വണ്ടിയാണ്. അടുത്ത് നമുക്ക് ബ്രിസ 2021 ZXi പ്ലസ് ആണ്. സിംഗിൾ ഓണർ 42,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 2021 ZXi പ്ലസ് ബ്രിസ. എത്ര കിലോമീറ്റർ ഓടിയെന്ന്? ഇത് 42 ഓടിയ സിംഗിൾ ഓണർ, പ്രോപ്പർ കമ്പനി സർവീസ്. ZXi എന്ന് പറയുമ്പോൾ നമുക്ക് ടോപ്പ് മോഡലാണ്. ഒരു നമുക്ക് പ്രത്യേകിച്ച് അഡീഷണൽ ആയിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്കകത്ത് ഓൾറെഡി വരുന്നുണ്ട്. സീറ്റ് കവർ ഓൾറെഡി അഡീഷണൽ ആയിട്ട് ചെയ്തേക്കുവാണ്. ഫുൾ മാറ്റ് ഉണ്ട്. നമുക്ക് 1 വർഷം വാറണ്ടി വരുന്ന വണ്ടിയാണ്. ടയറൊക്കെ എങ്ങനെയാണ്? ടയറെല്ലാം അത്യാവശ്യം എന്തായാലും നമുക്കൊരു 10-20,000 കിലോമീറ്റർ സുഖമായിട്ട് ഓടും. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല ഫാൻസി നമ്പറുമാണ്. 2021 മോഡലാണ്. വൈറ്റ് കളറാണ്. ZXi ആണ്. 1 വർഷം വാറണ്ടി വരുന്ന വണ്ടിയാണ്. 3 ഫ്രീ സർവീസ് ഉണ്ട്. നമുക്ക് വണ്ടി വിലയുടെ ഏകദേശം 80% ലോൺ അവൈലബിൾ ആണ്. പ്രൈസ് വരുന്നതിന് 960 ആണ്. 960. മൈലേജ് ഒക്കെ എന്തായിരിക്കും? മൈലേജ് ഒക്കെ നമുക്ക് സിറ്റി ഡ്രൈവ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ മൈലേജ് കുറവെന്ന് പറയുന്നത് നമ്മൾ ഈ സിറ്റി ഡ്രൈവിലാണ്. സിറ്റി ഡ്രൈവ് അറിയാലോ, നമുക്ക് മാക്സിമം ഒരു 3rd അല്ലെങ്കിൽ 2nd ഗിയറിലായിരിക്കും കൂടുതലും യൂസ് ചെയ്യുന്നത്. നമുക്ക് ലോങ് ഒക്കെ പോകുമ്പോൾ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നത് 15 മേലെ കിട്ടുന്നുണ്ട്. പ്രൈസ് 960 വരും. പെട്രോളോ ഡീസലോ? പെട്രോളാണ്. നമുക്ക് 19 ശേഷം മാരുതിക്ക് എല്ലാം പെട്രോൾ കൊണ്ടേ ഉള്ളൂ. അടുത്തതും ബ്രിസാനാണ്. 2020 മോഡലാണ്. സിംഗിൾ ഓണർ 53,000 കിലോമീറ്റർ ഓടിയ VXi എന്ന് പറഞ്ഞ മോഡലാണ്. സെക്കൻഡ് വേരിയന്റ് വണ്ടിയാണ്. പ്രോപ്പർ കമ്പനി സർവീസ് ആണ്. ഇത് ടോപ്പ് വേരിയന്റ് ആണോ? അല്ലല്ല, ഇത് നമുക്ക് സെക്കൻഡ് വേരിയന്റ് ആണ്. VXi എന്ന് പറയും. VXi എന്ന് പറഞ്ഞാൽ നമുക്ക് 2 എയർ ബാഗ്, അതുപോലെ തന്നെ ABS, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, സ്റ്റിയറിംഗിനകത്ത് ഓഡിയോ കൺട്രോളും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഫസ്റ്റ് ഓണർഷിപ്പാണ്. പിന്നെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ സീറ്റ് കവർ അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഓൾറെഡി വണ്ടിക്കകത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. റീപ്ലേസ്മെന്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? കേട്ടില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ബാക്ക് ഡിക്കിയിൽ ചെറിയൊരു പെയിന്റിംഗ് വർക്ക് ഉണ്ട്. അത് ചെറിയൊരു ഹിസ്റ്ററിക്കകത്തുണ്ട്. 25 റീപ്ലേസ്മെന്റ് ആയിട്ടല്ല, ചെറിയൊരു ഡെന്റിങ് ആൻഡ് ക്ലിയറിംഗ് പെയിന്റിംഗ് ചെയ്തിട്ടുണ്ട്. തട്ടിയതാണ് അത്. ബാക്ക് എന്തെങ്കിലും തട്ടിയതായിരിക്കാം. ആ ഒരു ഇതും ബോഡി റിപ്പയർ മാത്രമേ വണ്ടിക്കകത്ത് വന്നിട്ടുള്ളൂ. ഇത് നോർമലി നമുക്ക് 6 മാസം വാറണ്ടി ഉണ്ട്. നമുക്ക് ഫിനാൻസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ആദ്യം ഒരു 1 lakh റേഞ്ചിൽ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? ഇത് ചോദ്യം വന്നിട്ട് 825. 2020 ബ്രിസ VXi ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടി, 52,000 കിലോമീറ്റർ, 825 പ്രൈസ് വരും. അടുത്തൊരു ഡീസൽ വണ്ടിയാണ് കേട്ടോ. ഇപ്പം നമുക്ക് സ്വിഫ്റ്റ് ഡീസലൊക്കെ കിട്ടാൻ വളരെ യാദൃശ്യമായിട്ട് വരുന്ന വണ്ടിയാണ്. 2017 ZDi ആണ്. ZDi എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ടോപ്പ് വേരിയന്റ്, സിംഗിൾ ഓണർഷിപ്പാണ് വരുന്നത്. കിലോമീറ്റർ 84,000. അത്ര ഓടി ഡീസൽ വണ്ടി. ഡീസൽ വണ്ടിക്ക് അതൊരു ഓട്ടോ അല്ല. 84,000 കിലോമീറ്റർ. 2017 ZDi 84,000 കിലോമീറ്റർ ഓടിയ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഇവിടുന്ന് എടുത്ത് ഈ 84,000 കിലോമീറ്റർ ഓടിയ വണ്ടി ഞങ്ങൾ ആരെങ്കിലും എടുത്തെന്ന് വെയ്. ഓക്കെ, അത് നമ്മൾ എന്തായാലും ഓടാനല്ലേ എടുക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ നമ്മളിത് ഒരു 30,000 കിലോമീറ്റർ കൂടി ഓടി. അപ്പൊ 1,10,000 ഈ 1,10,000 വണ്ടിയും കൊണ്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയും നമുക്ക് കിലോമീറ്റർ കഴിഞ്ഞാൽ. അല്ലല്ല, ഡീസൽ വണ്ടിക്ക് അങ്ങനെ ഒരിക്കലും പറയില്ല. ഈ ഡീസൽ വണ്ടി എടുക്കുന്ന തന്നെ കിലോമീറ്റർ ഓടാനുള്ള കസ്റ്റമറാണ് ഡീസൽ വണ്ടി നോക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഓട്ടം കുറവുള്ള കസ്റ്റമർ പെട്രോൾ എടുത്താൽ പോരെ. നമ്മൾ ഡീസൽ വണ്ടി മെയിനായിട്ട് നോക്കുന്ന കറക്റ്റ് പ്രോപ്പർ സർവീസും കമ്പനി മെയിൻ്റെനൻസും ആണെങ്കിൽ നമുക്ക് ഈ കിലോമീറ്റർ ഒരു പ്രശ്നമായിട്ട് ഡീസൽ വണ്ടിക്ക് ഒരു വണ്ടിക്കും വരില്ല കേട്ടോ. വരില്ല. മാരുതിയിൽ ഒരു വണ്ടിക്കും ഡീസൽ ഒരു കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ. എനിക്ക് പറയാനുള്ളത് ഡീസൽ വണ്ടി നല്ല രീതിയിൽ ഓടിയാലും മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ല രീതിയിൽ കൊടുത്തിട്ട് ഇവൻ കാശ് തന്നില്ലെങ്കിൽ നല്ല പിടിച്ചിട്ട് അങ്ങ് ഇടിച്ചേക്കണം. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിക്ക് ഒരു പ്രശ്നവും വരത്തില്ല. പ്രോപ്പർ ഹിസ്റ്ററി, കറക്റ്റ് ഓയിലും കാര്യങ്ങളൊക്കെ ഓടുന്ന വണ്ടിക്ക് ഒരു പ്രശ്നവും വരില്ല കേട്ടോ. അല്ല, പൊതുവേ ജനങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവന്മാരെല്ലാവരും അങ്ങോട്ട് തരാൻ വരുമ്പം 100 ന്യായവും തിരിച്ചു തരാൻ വരുമ്പം ഈ ഞാൻ പറഞ്ഞത് തന്നെയാണ് ആൾക്കാർ പറഞ്ഞത്. നമ്മൾ 1,00,000 കിലോമീറ്റർ ഓടി ഒരു വണ്ടി കൊടുക്കാൻ വരുമ്പം പറയും 1,00,000 കിലോമീറ്റർ ഓടി എൻ്റെ പൊന്നെണ്ണ പിന്നെ റീസെയിൽ വാല്യൂ ഒന്നും കിട്ടത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെങ്കിൽ അത് മാറണം ഇത് മാറണം നിങ്ങൾ പറയും. പക്ഷേ ഇതേ സാധനം നിങ്ങളെ നമ്മൾ എടുക്കുമ്പോൾ നിങ്ങൾ
വെറും 1,15,000 കിലോമീറ്റർ ആണ് ഓടിയത് എന്ന് പറഞ്ഞുകൊണ്ട് ആളെ പറ്റിക്കുന്ന പരിപാടി ഇവന്മാരെല്ലാവരും അതിനുള്ള മറുപടി കൊടുക്കുന്ന വണ്ടികളെല്ലാം വെൽ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മളിപ്പോൾ പറയുന്ന പറഞ്ഞാൽ എടുക്കുന്ന വണ്ടി നമുക്ക് എന്തെങ്കിലും അപാകതം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് റേറ്റ് കുറയും. വണ്ടി കണ്ടീഷൻ വണ്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല റേറ്റിനാണ്. പിന്നെ നമ്മൾ വണ്ടി എടുത്ത് സെയിം കണ്ടീഷനല്ല കൊടുക്കുന്നത്. നമ്മൾ വണ്ടി എടുത്ത് വാറണ്ടി ഉൾപ്പെടെയാണ്. വാറണ്ടി ഉൾപ്പെടെ അതിനകത്ത് പെയിന്റിങ്ങോ വേറെ എന്തെങ്കിലും മെക്കാനിക്കലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർത്താണ് കൊടുക്കുന്നത്. അതല്ല ഞാൻ പറയാം, നമുക്ക് എന്തുകൊണ്ട് നിങ്ങൾ കാശ് തരുന്നില്ല എന്നുള്ള കാശ് തരുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വണ്ടി എടുക്കാൻ പറ്റിയത്. കാശ് തരാതെ നമുക്ക് ഇത്രയും വണ്ടി നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ വില കൊടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും വണ്ടി നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയത്. നമ്മൾ വില കൊടുക്കില്ലെങ്കിൽ നമുക്ക് ഇത്രയും വണ്ടി പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. തോനെ വിഷമിപ്പിക്കുന്നില്ല. ഇത് എത്ര ചോദിക്കുന്നത്? അണ്ണാ 2017 ZD ആണ്, സിംഗിൾ ഓണർ വണ്ടി. പ്രൈസ് വരുന്നത് 470 570. 570. അപ്പൊ പിന്നെ പുതിയ സ്വിഫ്റ്റ് എടുത്താൽ പോരെ? പുതിയ സ്വിഫ്റ്റ് ഇല്ലല്ലോ, ഡീസൽ 2019 സ്റ്റോപ്പ് ചെയ്തല്ലോ. എന്തോ വിലയുടെ 2019 സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോഴത്തെ പുതിയ സ്വിഫ്റ്റിനാണ് ഏകദേശം 10 രൂപയ്ക്ക് പുറത്ത് വരുന്നുണ്ട് പെട്രോൾ വണ്ടിക്ക്. ஆனால் ഡീസൽ വണ്ടി 575 വലിയൊരു റേറ്റ് അല്ല. റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ. ഇല്ല, കമ്പനി സർവീസ് വണ്ടി. വരുന്ന കസ്റ്റമർക്ക് തീർച്ചയായിട്ടും 570. ഞാൻ ആദ്യം 470 പറഞ്ഞതെന്ന് തോന്നുന്നു. 570 വണ്ടി കേട്ടോ, അത് പറഞ്ഞത് തെറ്റിയാണ്. 2017 ZD സിംഗിൾ ഓണർ, 87,000 കിലോമീറ്റർ, 5,70,000 രൂപ. ഈ വണ്ടി ഇറങ്ങിയ സമയത്ത് എന്തോ ഉണ്ടായിരുന്നു വില? എനിക്കറിയില്ല. പറയരുത്, എനിക്കറിയില്ല. കാരണം ആ ഒരു റേറ്റ് നോക്കി നമുക്ക് ഒരിക്കലും വണ്ടി എടുക്കാൻ പറ്റില്ല. നമ്മൾ അന്നത്തെ റേറ്റ് ഇപ്പോഴത്തെ കമ്പാരിസൺ ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ ആ വർഷം ഇറങ്ങിയ വണ്ടിയുടെ വില വെച്ചല്ലേ നിങ്ങൾ ഇതിന് വില ഇടണ്ടേ? ഇപ്പോഴത്തെ വണ്ടിയുടെ മാർക്കറ്റ് വെച്ചാണ് വില ഇടുന്നത്. അന്നത്തെ വർഷത്തെ വിലയായിട്ട് ഒരു കമ്പാരിസണും ഇല്ല. ഇറങ്ങിയപ്പോ ഈ വണ്ടിക്ക് 5.5 രൂപ ഉള്ളെന്നൊരു ഉദാഹരണം വെയ്. 5.5 ഇല്ല, ഉദാഹരണം വെയ്. അപ്പൊ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി 10,75,000 കിലോമീറ്റർ ഓടിയ ഒരു ഡീസൽ വണ്ടി അതേ 5.5 രൂപയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ പിന്നെ എന്താണ്? 5.5 അല്ലാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് 2017 എന്താണോ വില അതനുസരിച്ചാണ് നമ്മൾ കസ്റ്റമറിൽ എടുക്കുന്നത്. നമ്മൾ ഈ വണ്ടിക്ക് 2017 വണ്ടിക്ക് നിങ്ങൾ പറഞ്ഞ മാർക്കറ്റ് വില ഞാൻ സമ്മതിച്ചേ എന്നും പറഞ്ഞ് ഇറങ്ങിയ സമയത്തുള്ള വില വരുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം ഇപ്പോഴത്തെ ഈ മാർക്കറ്റ് ഈ വണ്ടി എടുക്കുന്നത് വിറ്റ് വന്ന വിലക്കാണ് എടുക്കുന്നത്. അല്ല നമ്മൾ ഒരുപാട് വില കൂട്ടി ചോദിച്ചിട്ട് എന്താ കാര്യം? ഈ വണ്ടി ഇപ്പൊ മാർക്കറ്റ് വിറ്റ് വന്ന വിലക്കാണ് നമ്മൾ വിൽക്കായിട്ടേക്കുന്നത്. ഓക്കെ, ഇതിനുള്ള മറുപടി നിങ്ങൾ ജനങ്ങൾ ഇദ്ദേഹത്തിന് കൊടുക്കുക. പേഴ്സണൽ നമ്പർ ഞാൻ കൊടുക്കുന്നത് വിളിച്ചു പറയണം കേട്ടോ. 2020 വാഗണാർ VXi ഓട്ടോമാറ്റിക് 1.2 ആണ് എഞ്ചിൻ വരുന്നത് കേട്ടോ. നമുക്ക് 1 ലിറ്റർ ഉണ്ട്, 1.2 ഉണ്ട്. അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത്. 2020 1.2 വാഗണാർ VXi ഓട്ടോമാറ്റിക് സിംഗിൾ സെക്കൻഡ് ഓണർ, 32,000 കിലോമീറ്റർ. 32 സെക്കൻഡ് ഓണർ, 32 കിലോമീറ്റർ ആണ്. നല്ല സീറ്റുകളൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടിട്ടുണ്ട്. ഫുൾ മാറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എയർ ബാഗ്, ABS എല്ലാം വണ്ടിക്കകത്ത് വരുന്നുണ്ട്. എത്ര ചോദ്യം കേട്ടില്ല? നമ്മൾ ചോദിക്കുന്നത് 570 ആണ്. 2020 1.2 വാഗണാർ VXi ഓട്ടോമാറ്റിക് 32,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 570 ആണ് റേറ്റ് ചോദിക്കുന്നത്. ബാക്കിൽ ക്യാമറയും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്കിത് നോർമലി 6 മാസം വാറണ്ടി വരും. 6 മാസം. ഫിനാൻസ് നേരത്തെ പറഞ്ഞ കണക്ക് വണ്ടിയുടെ 85%. ആദ്യം നമുക്കൊരു 75-ന് 1 രൂപയ്ക്ക് ഇടയ്ക്ക് ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങി വരാൻ പറ്റുന്ന വണ്ടിയാണ്. ഇത് ഫസ്റ്റ് ടയറാണ് കിടക്കുന്നത്? അതെ, ഫസ്റ്റ് ടയറാണ്. നമുക്ക് എടുത്ത് പെട്ടെന്ന് മാറേണ്ട കാര്യമില്ല. ഒരു 10-15,000 കിലോമീറ്റർ ഏറ്റവും അത്യാവശ്യം നല്ല ടയറുണ്ട്, കുഴപ്പമില്ല. 2016 വാഗണാർ VXi ആണ്. സെക്കൻഡ് ഓണർ ആണ്. കിലോമീറ്റർ വരുന്നത് 58,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 2016 VXi സെക്കൻഡ് ഓണർ, 58,000 കിലോമീറ്റർ വണ്ടിയാണ്. ടയർ എല്ലാം കിടക്കുന്ന സെക്കൻഡ് ടയറാണ്. നമുക്ക് എടുക്കുന്ന ഒരു കസ്റ്റമർക്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് ടയറും കാര്യങ്ങളൊന്നും മാറണ്ട. ഇപ്പം ഏകദേശം മാറിയിട്ടേ ഉള്ളൂ. പിന്നെ ഇന്റീരിയറൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് കിടക്കുവാണ്. സീറ്റ് കവർ, ഫുൾ മാറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 6 മാസം വാറണ്ടി, എഞ്ചിൻ ഗിയർ ബോക്സ് 6 മാസം വാറണ്ടിയുള്ള വണ്ടിയാണ്. 2016 VXi വാഗണാർ. പ്രൈസ് വരുന്നത് 3,80,000 ആണ്. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. ഈ ബമ്പറിൽ കാണുന്ന ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഡെലിവറി സമയത്ത് നമ്മളായിട്ടാണ് അതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കും. എത്ര ഇറക്കാൻ പറ്റുന്നത്? ഇത് നമുക്ക് ആദ്യം ഒരു 80,000 രൂപയ്ക്ക് ഇറക്കാൻ പറ്റും. 80? 3 രൂപയ്ക്ക് നമുക്ക് സുഖമായിട്ട് ലോൺ ചെയ്ത് കൊടുക്കാം. ഒരു 4 വർഷം വരെ ലോൺ ചെയ്യാൻ പറ്റും. ஆனால் 2011 A-Star VXi ആണ്. രണ്ടാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്റർ വന്നിട്ട് 65,000 കിലോമീറ്റർ ഓടിയ മോഡലാണ്. ഇതിൽ റീപെയിന്റിങ് കയറിയിട്ടുണ്ടോ? റീപെയിന്റിംഗ് ഒന്നുമില്ല. ബമ്പറിലൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം കമ്പനി പെയിന്റ് തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ ടയറാണ്. അത്യാവശ്യം ഒരു 50% മേലെ ടയർ കണ്ടീഷൻ 4 ഉണ്ട്. പിന്നെ സീറ്റ് ഓരോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. വന്നൊരു കണ്ടീഷനിൽ കിടക്കുകയാണ്. നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ചെയ്ത് കൊടുക്കും. ഇത് ടോപ്പ് വേരിയന്റ് ആണോ? VXi സെക്കൻഡ് വേരിയന്റ് ആണ്. നമുക്ക് ZXi വരുന്നുണ്ട്. പിന്നെ ഇത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഈ പറഞ്ഞ കണക്ക് ഈ ഒരു 160 റേഞ്ചിനകത്തൊക്കെ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഈ ഒരു ചെറിയ വണ്ടിയാണെങ്കിലും AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, അതുപോലെ തന്നെ ഇൻബിൽറ്റ് സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക്, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു ചെറിയ ബഡ്ജറ്റ് ഒതുങ്ങിയ ഒരു വണ്ടിയാണ്. ഡിക്കി റീപ്ലേസ് ആണോ? ഡിക്കി റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഈ ടെയിൽ ലാമ്പിനകത്തൊക്കെ നമ്മൾ ഈ കറുത്ത് ഇത് ഒട്ടിച്ചേക്കുവാണ് കസ്റ്റമർ. ഇല്ല റീപ്ലേസ്മെന്റ് ആയിട്ട് ഒന്നുമില്ല. നമ്മൾ ആ ബമ്പറിലൊക്കെ രണ്ടാമത്
ചെയ്തിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക് അറിയാമല്ലോ, നമുക്ക് 10-13 വർഷമായ വണ്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചെറിയ ചെറിയ മേജറായിട്ട് ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. ഇതിൽ ചെറിയ പൊട്ടലൊക്കെ ഉണ്ട്, അതൊക്കെ മാറി കൊടുക്കും. അത് തീർച്ചയായിട്ടും തേയിലാമിൻ്റെ അല്ലേ, അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. നമുക്ക് ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ബുക്കിംഗ് സമയത്ത് സംസാരിച്ച് കസ്റ്റമറായിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. ഇത് ലോണൊക്കെ എങ്ങനെയാണ്? ലോൺ നമുക്ക് 2011 മാക്സിമം ഒരു 2 വർഷം വരെ കിട്ടും. ഒരു രൂപയ്ക്കകത്ത് ഒരു 80-നും 1-നും ഇടയ്ക്ക് കസ്റ്റമറെ പ്രൊഫൈൽ നോക്കി നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രൈസ് വരുന്നത് 165 ആണ്. അടുത്ത വർഷമല്ലേ ടെസ്റ്റ്? 2015 26 വരും. ഇത് നമുക്ക് 24 2.5 വർഷമുണ്ട്. 2.5 വർഷം. VXI 2011 65,000 കിലോമീറ്റർ 165 വരും. 2020 കിഡ് മോഡലാണ്. കിഡിൻ്റെ പുതിയ മോഡലാണ് വരുന്നത്. സിംഗിൾ ഓണർ 27,000 കിലോമീറ്റർ ഓടിയ RXT അല്ല, RXL എന്ന് പറഞ്ഞ മോഡലാണ്. അതായത് സെക്കൻഡ് വേരിയൻറ്റ് വരും. ഫസ്റ്റ് ഓണർഷിപ്പാണ്. 27,000 ഉള്ളൂ. നമ്മൾ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വെൽ നീറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയാണ്. നോർമലി നമുക്ക് ഇതിന് 6 മാസം വാറണ്ടി വരുന്നുണ്ട്. എൻജിൻ ഗിയർ ബോക്സ് എല്ലാം നമ്മൾ വാറണ്ടി കവറേജ് വരുന്നുണ്ട്. ടയർ കണ്ടീഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം എങ്ങനെയായാലും ഒരു 50% മേലെ ടയർ കണ്ടീഷനുണ്ട്. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫിനാൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 75-80 രൂപ റേഞ്ചിലുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 3,75,000 ആണ്. 2021 മോഡലാണ്. 21? ടയറൊക്കെ നല്ല ടയേഴ്സാണ്. അതെ, 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കിഡിൻ്റെ ആണ് പുതിയ മോഡൽ. 2020 ഇഗ്നിസ് ഓട്ടോമാറ്റിക് ആണ്. 2021 രജിസ്ട്രേഷൻ ആണ്. സെക്കൻഡ് ഓണർ 42,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഇതിൻ്റെ വേരിയൻ്റ് വരുന്നത് സീറ്റ എന്ന് പറഞ്ഞ മോഡലാണ് വരുന്നത്. ടോപ്പിന് തൊട്ട് താഴെയാണ്. സീറ്റ എന്ന് പറഞ്ഞ മോഡൽ വണ്ടിയാണ്. പിന്നെ അകത്ത് നോക്കുകയാണെങ്കിൽ നീറ്റായിട്ട് കിടക്കുവാണ്. സീറ്റ് കവർ, ഫുൾ മാറ്റ്, അതുപോലെ തന്നെ നമുക്ക് വണ്ടിയുടെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അലോയ്സ് ഉൾപ്പെടെ വരുന്നുണ്ട്. അലോയ്സ്, ആൻഡ്രോയിഡ് സെറ്റ്, എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. 2020-21 രജിസ്ട്രേഷൻ ഇഗ്നിസ് ഓട്ടോമാറ്റിക് വണ്ടി. 42,000 കിലോമീറ്ററുടെ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആകുമ്പോൾ മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? ഇത് നമ്മളെ മാരുതിൻ്റെ വണ്ടിക്ക് അങ്ങനെ മൈലേജിനകത്ത് വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നും വരുന്നില്ല. എങ്ങനെയായാലും ഒരു 18-19 ഓൾറെഡി നമുക്ക് ലോങ് ഡ്രൈവിന് കിട്ടുന്നുണ്ട്. നമ്മൾ ട്രാഫിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ച് മൈലേജിനകത്ത് വ്യത്യാസം വരാം. എന്നാൽ നമുക്ക് നോർമലി ലോങ് ഡ്രൈവ് അങ്ങനെ ഒരു വിഷയം വരുന്നില്ല ഏത് വണ്ടിയാണെങ്കിലും. റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല, കമ്പനി സർവീസാണ്. റീപ്ലേസ്മെൻറ്റോ അങ്ങനെ മേജർ റീപെയിൻറ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇപ്പോഴും ഓൾറെഡി വണ്ടിക്കകത്ത് നോർമലി പെയിൻറ്റിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. 2020-21 രജിസ്ട്രേഷൻ ഇഗ്നിസ് ഓട്ടോമാറ്റിക് 42,000 കിലോമീറ്റർ ഓടിയ വണ്ടി. എത്ര പ്രൈസ് വരുന്നത് 670 ആണ്. 670. അപ്പോഴേ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികളെല്ലാം കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ എല്ലാ വീഡിയോകളും കാണുമ്പോൾ ചോദിക്കുന്ന സ്ഥിരം ചോദ്യത്തിനുള്ള ഒരു മറുപടി തരാം. ഇവിടെയും ഒരു 2-3 വണ്ടികൾ അത്യാവശ്യം മോശമായ വണ്ടികളുണ്ടായിരുന്നു, അത് നമ്മൾ കാണിച്ചിട്ടില്ല. നിങ്ങളിങ്ങനെ കാണുമ്പോൾ നിങ്ങൾ നോക്കുക, 1-2 വണ്ടികളൊക്കെ കാണിക്കാതെ പോയിട്ടുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന വണ്ടികൾ നമ്മൾ കാണിക്കാത്ത പറഞ്ഞാൽ അത്തരത്തിലുള്ള ഡാമേജുകളൊക്കെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ആ വണ്ടികൾ കാണിക്കാത്തതാണ്. അപ്പോൾ മനഃപൂർവ്വം നമ്മൾ അത്തരത്തിലുള്ള വണ്ടികൾ എടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ബാക്കി കാണിച്ചു തരുന്ന വണ്ടികൾക്കൊന്നും വേറെ പറയത്തക്ക കംപ്ലയിൻസും കാര്യങ്ങളൊന്നും നോക്കിയിട്ട് ഞാനും കാണുന്നില്ല. പിന്നെ ഉള്ളതെല്ലാം നിങ്ങൾ നല്ലൊരു മെക്കാനിക്കലിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് നല്ലപോലെ നോക്കിയെടുക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിച്ചാണോ എന്ന് വിശ്വാസത്തോടു കൂടി ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.